ഹായ് കൂട്ടുകാരെ, ഇന്നെൻ്റെ കൂടെയുള്ളത് മുന്നാട് പെരിങ്ങാനത്തുള്ള വിസ്മയ കരുണാകരട്ടനാണ്. അദ്ദേഹത്തിന് ഇവിടെ ഒത്തിരി കോഴികളുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ കോഴി കൃഷിയെക്കുറിച്ച് ഒന്ന് ചോദിച്ചറിയാം. അപ്പം കരുണാകരട്ട, എത്ര കാലമായി നിങ്ങൾ ഈ കോഴിയെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ പരിപാലിച്ച് അതിനെ കൊടുക്കുന്നു? ഞാൻ 2013 മുതൽ കോഴി കൃഷിയിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5-8,000 കോഴി വളർത്തുന്നുണ്ട്. ചെറുപ്പത്തിൽ കോഴി നമ്മൾ ഒരു കമ്പനിക്കാർ ഇവിടെ കൊണ്ടുതരുന്നുണ്ട്. അത് ഞാൻ വളർത്തി കൊടുക്കുകയാണ് പരിപാടി. നമുക്ക് 40 ദിവസമാകുമ്പോൾ ആ കോഴി അവർ തിരിച്ചു കൊണ്ടുപോകും. നമുക്ക് നല്ലൊരു തുക കോഴി നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 8,000 കോഴിയുണ്ട്. ഈ 40 ദിവസമാകുമ്പോൾ അവർ തിരിച്ചു കൊണ്ടുപോയി പിന്നെ പുതിയ ബാച്ച് വരും. പിന്നെ ഒരു 10 ദിവസം ഗ്യാപ്പ് വെച്ചിട്ട് പിന്നത്തെ ബാച്ച് വരും. വർഷത്തിൽ ഒരു 6-7 പ്രാവശ്യം കോഴി ചെയ്യാൻ പറ്റും. നല്ലൊരു വരുമാനമാണ് നിങ്ങൾക്ക് ഈ കോഴി കൃഷിയിൽ നിന്നും കിട്ടുന്നത് അല്ലേ? വരുമാനം തർക്കമില്ലാത്ത വരുമാനമുണ്ട്. കഷ്ടപ്പെട്ടാൽ ആർക്കും ഈ കോഴി കൃഷി നല്ല കാര്യം തന്നെ, ജീവിച്ചു പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ കോഴി കൃഷിയിൽ ആരാണ് നിങ്ങളെ സഹായിക്കുന്നത്? കോഴി കൃഷി ഞാൻ ഒറ്റക്കാണ് ചെയ്യുന്നത്. തൽക്കാലം പണിക്കാരെ വിളിക്കലല്ലോ, കർണാടകക്കാരെ കുറച്ച് വളമൊക്കെ വരാൻ, ബാക്കിയെല്ലാം കംപ്ലീറ്റ് ഞാൻ തന്നെ ചെയ്യുന്നതാണ്. ഒറ്റക്കാണല്ലോ ചെയ്യുന്നത്. ഒറ്റക്കാണ്. അപ്പോൾ ഇത് എന്ത് തീറ്റയാണ് കൊടുക്കുന്നത്? ഇത് ബോയിലർ തീറ്റയാണ് കൊടുക്കുന്നത്. അത് ആദ്യം ഒരു ഷാർട്ടർ എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവരും. പിന്നെ ആദ്യം പ്രീ ഷാർട്ടർ, പിന്നെ ഷാർട്ടർ, പിന്നെ ഫിനിഷർ. 24 ദിവസം കഴിഞ്ഞ് 40 ദിവസം വരെ ഫിനിഷർ. പിന്നെ കോഴി ഒരു 2-2.5 കിലോ വരും. പിന്നെ കൊണ്ടുപോകാൻ 40 ദിവസം തീരും. അങ്ങനെയല്ലേ? അപ്പോൾ കോഴികൾക്ക് എങ്ങനെ രാവിലെ എങ്ങനെയാണ് തീറ്റ, ഉച്ചയ്ക്ക് എങ്ങനെയാണ്, അങ്ങനെ അതൊന്ന് പറയാമോ? രാവിലെ തീറ്റയായിട്ട് കൊടുത്താൽ പിറ്റേ ദിവസം രാവിലെ വരെ ഈ തീറ്റ ഉണ്ടാവും. വെള്ളമൊക്കെ ഡിങ്കർ വഴിയായിട്ട് വരുന്നതുകൊണ്ട് മറ്റേ രീതിയിലും വരുന്നുണ്ട്, ഫിൽറ്റർ വഴിയായിട്ടും വരുന്നുണ്ട് 2 ബാച്ചിലേക്കും. പിന്നെ ഏത് തരം കോഴിത്തീറ്റയാണ് കൊടുക്കുന്നത്? ഇതാണ് ഫിനിഷർ എന്ന് പറഞ്ഞ സാധനം. ഫിനിഷർ കുറച്ച് വലിയ കട്ടിയുള്ളത്. ഇതിൻ്റെ ചെറുത് ഷാർട്ടർ, അതാണ് ഫിനിഷറാണ്. ഇതൊരു 24 ദിവസം കഴിഞ്ഞ് കൊടുക്കുന്ന സാധനമാണ്. ഇത് ഞാൻ കോഴീനെ പിടിക്കുമ്പോൾ ഇതാ കോഴികളെല്ലാം ഓടുകയാണ്. നിറയെ കോഴികളാണ് ഇവിടെ. ഇതെല്ലാം ഒന്ന് കണ്ടു നോക്കണം. നമ്മളിതൊന്നും നമ്മുടെ നാട്ടിലുള്ള ഒരു കാര്യം നമ്മൾ കാണില്ല. നിറയെ കോഴികളാണ്. അപ്പം കരുണാകരട്ട, കോഴി വളർത്തൽ കൂടാതെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കൃഷിയുള്ളത്? ഞാൻ സമ്മിശ്ര കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കവുങ്ങ്, തെങ്ങ്, റബ്ബർ, പിന്നെ പൈനാപ്പിള്, നെൽകൃഷിയുണ്ട് അല്ലേ? നെൽകൃഷിയുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ എല്ലാതരം ഫ്രൂട്ട്സുകൾ ഇവിടെ ഉണ്ട്. പിന്നെ കാസർഗോഡൻ ഉള്ള പശുണ്ട്. പിന്നെ എത്ര പശുക്കളുണ്ട്? പശു ഇപ്പോൾ ഒന്നേ ഉള്ളൂ, അല്ലെങ്കിൽ പശു കുറേ ഉണ്ടായിരുന്നു. പിന്നെ ആടുണ്ട്, പിന്നെ താറാവുണ്ട്, ടർക്കിയുണ്ട്, മീൻ വളർത്തുന്നുണ്ട്. പിന്നെ 173 തരം നെൽവിത്ത് സംരക്ഷിക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഡ്രമ്മിലൊക്കെ കുറേ ഫ്രൂട്ട്സ് ഐറ്റംസ്, എല്ലാത്തരം ഫ്രൂട്ട്സും ഇതിൽ ഉണ്ട് ഇവിടെ. കൈതച്ചക്ക എന്ന് പറഞ്ഞാൽ എല്ലാതരം കൃഷികളും ഇവിടെ ചെയ്യുന്നുണ്ട്. 2013 മുതൽ ഫുൾ ടൈം കൃഷിയിലേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. 10-15 വർഷം ഗൾഫിലായിരുന്നു. ചെറുപ്പത്തിലെ കൃഷിയോട് നല്ല താല്പര്യമുള്ളതുകൊണ്ട് ഇപ്പം പലവിധം ഒരു 10-25 വെറൈറ്റി വാഴ തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്. അത് ഒന്നും വേണ്ട, ഒന്ന് കണ്ടാലും നമ്മൾ അത് പ്രത്യേകിച്ച് ഇവിടെ നമ്മളെ പിറ്റേ ദിവസം നമ്മളെ വളപ്പിൽ. അതന്നെ, ഞാനിപ്പോൾ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. ഇവിടെ കാണാൻ നല്ലൊരു ഭംഗിയാണ്, നല്ലൊരു പച്ചപ്പും. മഴക്കാലമായതുകൊണ്ട് പ്രത്യേകം പറയേണ്ടതില്ല. എന്നാലും ഓരോരോ ഡ്രാഗൺ ഫ്രൂട്ടും കിളികളും എല്ലാം നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ കോഴിക്കൃഷിയും, കുറേ കോഴികളെ അങ്ങനെയൊക്കെ കണ്ടപ്പം ജൈവ രീതിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. ഫുൾ കോഴിവളം, ആടുവളം, പിന്നെ കമ്പോസ്റ്റ്, ഈ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. മീനിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ട് ഒരു 4 വെറൈറ്റി കവുങ്ങ് തരുന്ന 4 വെറൈറ്റി ഉണ്ട്. സാധാരണ കൃഷിയിൽ ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്ഥിതിഗതിയാണ് ഇത് സമ്മിശ്ര കൃഷി ചെയ്യുമ്പോഴും. പിന്നെ മഴക്കാലമാകുമ്പോൾ കുറച്ച് സംരക്ഷിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. നല്ലൊരു വരുമാനമാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ആയാലും പൈനാപ്പിൾ ആയാലും ബാക്കി വാഴയായാലും എല്ലാത്തിനും നല്ല വരുമാനം. കോഴി വളർത്തലിലെല്ലാം നല്ല വരുമാനമുണ്ട്. അപ്പം താങ്ക് യു കരുണേട്ട, ഇത്രയും സമയം ഈ ഒന്ന് വീഡിയോ പിടിക്കാൻ വേണ്ടി സമയം തന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള താറാവാണ്. കുണുങ്ങി പോവുകയാണ് താറാവ്. 2 താറാവുകളാണുള്ളത്. ഇതിൽ മുട്ടയിടുന്നുണ്ടോ? മുട്ടയിടുന്നുണ്ട്. ടർക്കിയും താറാവ് മുട്ടയിടുന്നുണ്ട്. എത്ര ഡെയിലി മുട്ടയിടുന്നുണ്ട്? ഓരോരു മുട്ടയുള്ളൂ ഓരോന്ന്. അതെല്ലേ? ആണ് കരുണാകരേട്ടൻ്റെ ടർക്കി. ഇതിങ്ങനെ തൂവൽ വിരിച്ച് നിൽപ്പുണ്ട്. കാണാൻ എന്തൊരു ഭംഗിയാണോ! സൗണ്ടും ആക്കുന്നുണ്ട്. ഇത്
നല്ല ഭംഗിയാ. അതൊന്നാണ്, ഒന്ന് പെണ്ണല്ലേ? അല്ലേ?